ബീഹാർ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിലാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എ മുന്നണിയിൽ വലിയ രീതിയിൽ വിഭാഗീയത ഉണ്ടായിരിക്കുന്നത്. പല സീറ്റ് നിർണയ ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് തർക്കം രൂക്ഷമായിരിക്കുന്നത്. നമുക്കറിയാം, നിലവിൽ കേന്ദ്ര ഭരണത്തെ പോലും നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല. പക്ഷേ ബീഹാറിൽ നിന്നുള്ള ജെ.ഡി.യുവിന്റെ വലിയ പിന്തുണയോടുകൂടിയാണ് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ ഭരണം നടത്തുന്നത്. ബി.ജെ.പിക്ക് 240 സീറ്റ് മാത്രമേ ഉള്ളൂ. പിന്നീട് ടി.ഡി.പിയുടെയും അതോടൊപ്പം തന്നെ ജെ.ഡി.യുവിന്റെയും പിന്തുണയോടുകൂടി അങ്ങനെ സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ മുന്നണിക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുകയാണെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാരിനെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെയും വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കും. അത് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ബി.ജെ.പിയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയും പ്രധാനപ്പെട്ട നേതാക്കളും ബീഹാറിൽ ക്യാമ്പ് ചെയ്താണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. പാകിസ്ഥാനെതിരെ ഉണ്ടായ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ നരേന്ദ്രമോദിയുടെ ആദ്യത്തെ റാലിയും ആദ്യത്തെ പ്രസ്താവനകളും ഉണ്ടാകുന്നത് ഈ ബീഹാറിലാണ്. ഇതിലൂടെ തന്നെ വ്യക്തമാണ് ബി.ജെ.പിയും നരേന്ദ്രമോദിയും ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്ന് ഇതിലൂടെ തന്നെ വ്യക്തമാണ്. അതിനിടയിലാണ് ഈ എൻ.ഡി.എയിൽ വിഭാഗീയത ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി 2 പാർട്ടികളാണ് ഇപ്പോൾ ഈ എൻ.ഡി.എ മുന്നണിയിൽ ഇടഞ്ഞു നിൽക്കുന്നത്. ആദ്യത്തേത് ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയാണ്. അത് പണ്ട് അദ്ദേഹം നമുക്കറിയാം ജെ.ഡി.യുവിനോടൊപ്പം നിതീഷ് കുമാറിനോടൊപ്പമായിരുന്നു. പിന്നീട് അദ്ദേഹവുമായി തെറ്റിയ സ്വന്തം പാർട്ടി രൂപീകരിച്ച് ഇപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ്. ആ കേന്ദ്രമന്ത്രിയുടെ പാർട്ടിയാണ് നിലവിൽ 15ഉം 20ഉം ഇടയിൽ സീറ്റുകൾ ആവശ്യപ്പെട്ടത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15ലധികം സീറ്റുകൾ നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും അത് 100 സീറ്റിൽ മത്സരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പിന്നോക്ക വിഭാഗക്കാരുടെ വലിയ രീതിയിൽ വോട്ട് സംഹരിക്കാൻ കഴിയുള്ള ഈ പാർട്ടി ബി.ജെ.പിയിൽ നിന്ന് വിട്ടുപോകുകയാണെങ്കിൽ അത് ജെ.ഡി.യുവിനും ബി.ജെ.പിക്കും വലിയ തിരിച്ചടി ഉണ്ടാകും. അതുപോലെ തന്നെയാണ് മറ്റൊരു പാർട്ടിയുണ്ട്, എൽ.ജെ.പി, രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയ ഇപ്പോൾ ചിരാഗ് പാസ്വാൻ നയിക്കുന്ന പാർട്ടി. ആ പാർട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 7 സീറ്റിൽ മത്സരിച്ചു. ആ 7 സീറ്റിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 100% കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 100% വിജയം കൊയ്ത 2 പാർട്ടികളേ ഉള്ളൂ. മത്സരിച്ച എല്ലാ സീറ്റുകളും വിജയിച്ചത് ഒന്ന് എൽ.ജെ.പി ആണ്, ഈ ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിൽ ബീഹാറിലാണ്. മറ്റൊന്ന് ആന്ധ്രാപ്രദേശിലാണ്. പ്രജാ പാർട്ടിയുടെ നേതാവ് പവൻ കല്യാണിന്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹവും മത്സരിച്ച എല്ലാ സീറ്റിലും വിജയിക്കാൻ അദ്ദേഹത്തിനും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ 2 പാർട്ടികളാണ് ഉള്ളത്. ബീഹാറിലേക്ക് വരികയാണെങ്കിൽ ഈ പ്രതിസന്ധി കോൺഗ്രസിനുള്ളിലുമുണ്ട്, ഇന്ത്യ മുന്നണിക്ക് ഉള്ളിലുമുണ്ട്. ഇപ്പോൾ അവസാനം തേജസ്വി യാദവിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായല്ലോ, തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം. അത് ഇന്ത്യ മുന്നണിയെ വലിയ ആശങ്കപ്പെടുത്തുകയാണ്. കാരണം വോട്ട് ചോരി യാത്രയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാൻ വേണ്ടി രാഹുൽ ഗാന്ധി തെക്ക് വടക്ക് നടന്നല്ലോ, ബീഹാറിന്റെ മുക്കിലും മൂലയിലും. അപ്പോൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട് മത്സരിച്ച് വിജയം കൊയ്യാനാണ് ഇന്ത്യ മുന്നണിയും തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസ് കാരണമാണ് തേജസ്വി യാദവിന് മുഖ്യമന്ത്രി കസേര നഷ്ടമാകുന്നത്. തേജസ്വി യാദവ് 140ലധികം സീറ്റുകൾ മത്സരിച്ച് പകുതിയിലധികം സീറ്റുകൾ വിജയിക്കുകയും ചെയ്തു. പക്ഷെ അന്ന് സംഘർഷം കൂടി തമ്മിലടിച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നു രാഹുൽ ഗാന്ധി 70 സീറ്റ് ചോദിച്ചു വാങ്ങി. എന്നിട്ട് ലഭിച്ചതോ പകുതി സീറ്റ് പോലും അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞില്ല, കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞില്ല. 70 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് ആകെ ലഭിച്ചത് 19 സീറ്റ് മാത്രമാണ്. ഇതുകൊണ്ടായിരുന്നു അന്ന് തേജസ്വി യാദവിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമാകുന്നത്. അത്തരമൊരു പ്രതിസന്ധി തന്നെ വീണ്ടും ഉണ്ടാകുമോ എന്നതെല്ലാം ഇനി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അറിയാൻ കഴിയുള്ളൂ. പക്ഷെ എൻ.ഡി.യുടെ പ്രതിസന്ധിയാണ്, ബി.ജെ.പി നേതൃത്വത്തിലുള്ള ആ മുന്നണിയുടെ പ്രതിസന്ധിയാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരെയും ബീഹാറിലേക്ക് എത്തിക്കുന്നത്. അതിനുള്ള കാരണം ഇതാണ്. ഇത്തരം പ്രതിസന്ധി ഉണ്ടാകുകയാണെങ്കിൽ അത് കേന്ദ്ര ഭരണത്തെ ബാധിക്കും. കേന്ദ്ര ഭരണത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും അധികം ചർച്ചയാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ചിരാഗ് പാസ്വാനാണ്. ചിരാഗ് പാസ്വാൻ പറയുകയാണ് തന്റെ പാർട്ടിക്ക് ഓരോ മണ്ഡലങ്ങളിലും 20,000-വും 25,000-വും വോട്ട് വരെ നേടാൻ കഴിയുമെന്നാണ് പറയുന്നത്. കാരണം ബീഹാറിലെ വലിയ രീതിയിൽ പിന്നോക്ക ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് എൽ.ജെ.പി. അദ്ദേഹം പറയുകയാണ്, എനിക്ക് സ്വന്തമായി കറി ഉണ്ടാക്കാൻ പറ്റില്ലായിരിക്കാം, പക്ഷെ കറി
നല്ലതോ ചീത്തയോ ആകുന്ന ഉപ്പാകാൻ എൻ്റെ പാർട്ടിക്ക് കഴിയുമെന്ന് ചിരാഗ് പാസ്വാൻ പറയുന്നു. അത് വ്യക്തമാണ്. തനിക്ക് കറി ഉണ്ടാക്കാൻ കഴിയില്ല, പക്ഷെ കറിയെ എങ്ങനെ മെച്ചപ്പെടുത്താനുള്ള കഴിവ് എന്ന് പറയുമ്പോൾ സ്വന്തമായി എല്ലാ മണ്ഡലങ്ങളിലും വിജയിക്കാൻ കഴിയില്ല, പക്ഷെ പലരെയും വിജയിപ്പിക്കാനും പരാജയപ്പെടുത്താനും ഈ LJPക്ക് കഴിയും. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും LJP ഒറ്റയ്ക്കാണ് മത്സരിച്ചിരുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ല. പിന്നീടായിരുന്നു നിതീഷ് കുമാറും BJPയുമായുള്ള സഖ്യത്തിൽ ഈ LJP മത്സരിക്കുകയും വലിയ രീതിയിലുള്ള മുന്നേറ്റം ബീഹാറിൽ BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മഹാരാഷ്ട്രയിലും അതോടൊപ്പം തന്നെ ബീഹാറിലും സ്വാഭാവികമായി BJPക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞപ്പോൾ അത് ബീഹാറിൽ സംഭവിച്ചിട്ടില്ല. അത് ഉള്ള കാരണമാണ് അവർ കൃത്യമായി തന്നെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചായിരുന്നു കൃത്യമായും അന്നൊരു വിജയം കൊയ്യാൻ അവർക്ക് കഴിഞ്ഞത്. പക്ഷെ മഹാരാഷ്ട്രയിൽ ഈ NDA മുന്നണിക്ക് BJPയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടായി. അത്തരത്തിലൊരു തിരിച്ചടി എന്തായാലും ബീഹാറിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ബീഹാറിന്റെ ആ പച്ചയിലാണല്ലോ നിലവിൽ ഭരണം നടത്തുന്നത്. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ കാലത്തും ഇപ്പോൾ കുറച്ചു നാളുകളായി പരിശോധിച്ചാൽ അറിയാം അവർ വളരുന്നത് ബീഹാറിലാണ്. ബീഹാറിൽ ഇന്ന് വളരുന്ന ഒരു പാർട്ടി അത് BJPയാണ്. JDUവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു വലിയ ഉയർച്ച സമയത്തിൽ നിന്ന് പിന്നോട്ട് വരികയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് നിന്നാൽ ഒരു 10 സീറ്റ് പോലും ലഭിക്കാത്ത ദയനീയമായ ഒരു പാർട്ടിയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ പല കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ വോട്ട് ചോരി യാത്രയുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ പോയി വലിയ പ്രഖ്യാപനങ്ങളും ഞങ്ങൾ ഇതെല്ലാം കാണുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. 10 സീറ്റ് പോലും നേടാൻ കഴിവില്ലാത്ത പാർട്ടിയുടെ നേതാവിനെ ഉയർത്തിക്കാട്ടാനാണ് എവിടെ നിന്നും വാഹനവും പിടിച്ച് അങ്ങ് പോയത്. അവിടുത്തെ സംഘടനാപരമായി ഏറ്റവും വലിയ പാർട്ടി RJD ആണ്. RJDയുടെ കരുത്തിലാണ് രാഹുൽ ഗാന്ധി ചില സമുദായങ്ങൾക്ക് മാത്രം ഭൂരിപക്ഷമുള്ള മേഖലയിലേക്ക് ഒരു യാത്ര നടത്തുകയും ആ യാത്രയുടെ ഫലമായി എന്ത് സംഭവിച്ചു? കൂടുതൽ സീറ്റ് ചോദിക്കുകയാണ്. അതെന്തായാലും തേജസ്വി യാദവിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു വെടി പൊട്ടിച്ചിരിക്കുന്നത്. ഇപ്പോ രാഹുൽ ഗാന്ധി ആറ്റം ബോംബുമായാണല്ലോ ബീഹാറിൽ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു AK-47 മതി. അത്രയ്ക്ക് കരുത്തുള്ള പാർട്ടിയാണ് ബീഹാറിൽ RJD. ആ പാർട്ടിയുടെ നേതാവാണ് പറയുന്നത് അതൊരു സമ്മർദ്ദ തന്ത്രമാണ്. തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും, വേണമെങ്കിൽ കുറച്ച് 10-40 സീറ്റ് വേണം, മര്യാദയ്ക്ക് മത്സരിച്ചിട്ട് പോകണം എന്നൊരു സന്ദേശം അതിലുണ്ട്. അങ്ങനെ സ്വന്തമായി മത്സരിച്ചാൽ മാത്രമേ എന്തായാലും RJDക്ക് മുന്നേറ്റം ഉണ്ടാകാൻ കഴിയൂ. അല്ലാത്ത പക്ഷം നാം കണ്ടു മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനെ നോക്കിയിരുന്നു, കിടക്കുന്നു, ശിവസേനയും NCPയും തകർന്നു. ഡൽഹിയിലും നാം കണ്ടു, ഹരിയാനയിൽ കണ്ടു. പിന്നീട് ഈ ഇടക്കാലത്തെ 2 തെരഞ്ഞെടുപ്പിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് ജമ്മു കാശ്മീറും ഒന്ന് ജാർഖണ്ഡുമാണ്. ഈ 2 സംസ്ഥാനങ്ങളിലും വിജയത്തിന് ശേഷം അവിടുത്തെ നേതാക്കൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയാണ്. ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? ഞങ്ങൾ സീറ്റുകൾ നൽകി, എന്നിട്ട് അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അല്ലാതെ പരാജയപ്പെട്ട ശേഷം EVMന്റെ കുറ്റം അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടെന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയാണ് പറയുന്നത്. ഇതേ അവസ്ഥ തന്നെ ജാർഖണ്ഡിലും. എന്നിട്ട് വിജയിക്കുമ്പോൾ അത് രാഹുലിന്റെ വിജയം, ഇന്ത്യ മുന്നണിയുടെ വിജയം. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് മാത്രമുള്ള ഇടങ്ങളിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നില്ല കോൺഗ്രസിന്? എന്തായാലും ഈ 2 പാർട്ടികളിലും 2 മുന്നണികളിലും വലിയ രീതിയിൽ വിഭാഗീയതയുണ്ട്. ഇനി ഭാവി രാഷ്ട്രീയത്തെ നിർണയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ബീഹാറിൽ നടക്കാൻ പോകുന്നത്.